റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ഇല്ലിക്കല്ലിലാണ്. ഇല്ലിക്കല്ലിൽ രണ്ടാം തവണയാണ് വന്നത്. കൊല്ലം ബഡ്ജറ്റ് ടൂറിസം യാത്രയുടെ ഒരു പുതിയ യാത്രയാണ് ഇല്ലിക്കൽ ഇലവിഴ പൂഞ്ചിറ. അപ്പം ഇത് കോർഡിനേറ്റ് ചെയ്ത രാജീവ് സാറാണ്. അപ്പം ഒരു ഞായർ അവധി കിട്ടിയപ്പോൾ അതുപോലെ മാർച്ച് 3 സൺഡേ ആണ്. നല്ല തിരക്കുള്ള ദിവസവും അതേപോലെ ഭയങ്കര ചൂടുള്ളൊരു കാലാവസ്ഥയാണ്. സീസണൊക്കെ ഓഫ് സീസൺ എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നത് ചാലക്കുടിയിൽ നിന്നാണ് ഇവിടെ വന്നത്. എന്താ പറയുക, ഒരു വളഞ്ഞ വഴി അല്ലെങ്കിൽ വളഞ്ഞ വഴി മുക്കിപ്പിടിക്കുന്ന പറഞ്ഞ പോലെയാണ് വന്നത്. അങ്ങനെ ഒരു യാത്ര അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അന്ന് വന്നത്. ഇപ്പം എല്ലാ അത് ടെസ്റ്റ് അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ചാലക്കുടിയിൽ നിന്ന് BTC യാത്രയായിരുന്നു ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാ ഡിപ്പോയിൽ നിന്നും യാത്രകളുണ്ട്. കഴിഞ്ഞ ആഴ്ച വെഞ്ഞാറമൂട് നിന്ന് യാത്ര ഉണ്ടായിരുന്നു. എന്നെ പരിചയമുള്ള ഒരാൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിരുന്നു വരുന്നുണ്ടോ. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം പോയിരുന്നു, കഴിഞ്ഞ 18-നായിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും അപ്പം കൊല്ലത്ത് നിന്നും ഇങ്ങനെ ഒരു യാത്ര ഉള്ള കാര്യം അറിഞ്ഞപ്പം വരാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ കൊണ്ടിരുന്നാലും ഒരു ചെറിയൊരു മിസ്റ്റ് ഫോഗും കാണും. അതില്ലാത്ത ഒരു സീനിക് വ്യൂ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇത് ഇല്ലിക്കല്ല് വന്നത് ഞാൻ കൊല്ലത്ത് വന്നിട്ട് കൊല്ലത്ത് നിന്ന് DVS ബസ്സാണ് കൊല്ലം KSRTC BTCയുടെ അവിടെ നിന്ന് കൊട്ടാരക്കര വഴി നമ്മളെ ഈരാറ്റുപേട്ട വഴിയാണ് വരുന്നത്. നമ്മളിപ്പോൾ 10:10 എത്തി. നല്ല വെയിലാണ് കേട്ടോ. തൊപ്പിയൊന്നും കരുതിയില്ലെങ്കിൽ കരിവാളിച്ചു. അപ്പം നല്ലൊരു അനുഭവം, നല്ലൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഇല്ലിക്കല്ലിലെ കാഴ്ചകൾ. അപ്പം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇപ്പോഴത്തെ ബഡ്ജറ്റ് ടൂറിസം ട്രാവൽ ലോഗുകൾ നിങ്ങൾക്ക് തുടർന്ന് കാണാമായിരിക്കും. അപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ മേളിലോട്ടുള്ള കാഴ്ചയും അതിൻ്റെ വ്യൂ ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ച കണ്ടിട്ട് നമുക്ക് അടുത്ത ഇലവിഴ പൂഞ്ചിറ അടുത്തൊരു 2 വീഡിയോ എടുക്കാം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇല്ലിക്കല്ലിലെ കുറച്ച് കാഴ്ചകൾ കണ്ടു നോക്കിയാലും വളരെ മനോഹരമായ സ്ഥലമാണ്. പിന്നെ ഇതിലൊരു എന്താ പറയുക, ഒരു വിശ്വാസമുള്ളത് ഇവിടെ ഇതുണ്ടെന്നാണ്. നമ്മളെ നീലക്കൊടുവേലി, ഷാജി പാപ്പല്ല നീലക്കൊടുവേലി ഉള്ളൊരു സ്ഥലം എന്നാണ് പറഞ്ഞാൽ. ഇത് കോട്ടയം ജില്ലയാണ്, ഇടുക്കിയല്ല. കോട്ടയം ജില്ലയിലെ ഒരു ഹൈ റേഞ്ച് മേഖലയാണ്. പക്ഷേ നല്ലൊരു എന്താ പറയുക, കണ്ട ഇടുക്കിയാണെന്ന് തന്നെ തോന്നും. ഇത് പൊതുവെ അതിർത്തി പ്രദേശങ്ങളാണ്. അടുത്ത് നമ്മൾ ഇലവിഴ പൂഞ്ചിറ പോകുന്നത് അടുത്ത് ആണ്. പക്ഷേ ഇവിടെ നീലക്കൊടുവേലി ഉള്ള ഒരു അങ്ങനത്തെ ഉള്ള ഒരു ആശയമൊക്കെ ഉണ്ടെന്നല്ല, ഉള്ള പ്രദേശം പോലെയാണ്. അതിനകത്തൊരു എന്താ പറയുക, വളരെ ഭീമാകരമായിട്ടുള്ള മലകളും ചുറ്റിനും എന്താ പറയുക, നമ്മൾ നല്ല ടോപ്പിലാണ് നിൽക്കുന്നത്. ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് സേഫസ്റ്റ് സമയത്ത് ഇവിടെ എൻട്രി ഉള്ളൂ. പാർക്കിംഗ് നല്ല സൗകര്യമുണ്ട്. പക്ഷെ ജീപ്പിൽ വരേണ്ടി വരും. അത് അവർ തന്നെ ഒരു ബിസിനസ് ട്രിക്കാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങേറ്റം വരെ വണ്ടി വരാനുള്ള റോഡുണ്ട്. എന്നാലും അവരവിടെ ഒരു പകുതി വഴിയിൽ ഇറക്കിയിട്ട് നമ്മളെ ജീപ്പിലോട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ നടന്നു വരണം. ഈ വേഗത്ത് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല നടന്നു വരെ. ജീപ്പിലെല്ലാം വരുന്നതായിരിക്കും കംഫർട്ടബിൾ. ഞങ്ങൾ കോട്ടയം DTPCയുടെ കൗണ്ടറാണ്. അവിടെ നിന്ന് ജീപ്പിനും എൻട്രി ഫീസും തുകയും അടച്ച് എല്ലാ രാജീവ് സാറും അടച്ച്. ഈ VTC യാത്ര വരുമ്പോൾ പൊതുവെ ഞാനൊന്നിനും പോകാറില്ല. നമ്മൾ ഇൻഡിവിജ്വലി നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ബസ്സിൽ നിന്ന് മൊത്തത്തിൽ കളക്ട് ചെയ്ത് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം വന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇല്ലിക്കല്ലിലെ ഈ ഒരു കാഴ്ചയാണ്. കോട്ടയം DTPCയുടെ ഒരു ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റെപ്പില്ല, നോർമൽ മല കയറി അതിൻ്റെ മേളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇല്ലിക്കല്ലിൻ്റെ ഒരു സമാന്തരമായിട്ട് നിന്നിട്ട് നമുക്ക് ഇല്ലിക്കല്ലിലെ കാഴ്ചകൾ കാണാൻ കഴിയുന്നതാണ്. ഒരു നരകപാത എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണ് ഈ 2 മലകൾക്കിടയിലുള്ള ഒരു ഭാഗം. ഈ ഫെൻസിങ് എന്നൊക്കെ വരുന്നുമ്പ് കോട്ടയം DTPC ഒന്നും ഇല്ലാത്ത കാലത്ത് ഇവിടെ ഒരുപാട് പേര് ഈ എഡ്ജിലൊക്കെ പോയി നിന്നിട്ട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും കഥകളും കേട്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും ടോപ്പിൽ നിന്നിട്ടുള്ള ഇല്ലിക്കല്ലിന്റെ ഒരു കാഴ്ച ഇതാണ്. അപ്പൊ ഇല്ലിക്കൽ കാഴ്ച ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ കട്ടിക്കൈ എന്നുള്ള തൊട്ടടുത്തിട്ടുള്ള ഒരു വാട്ടർ ഫാൾസ് ആണ്. വെള്ളം കുറവാണ്, എന്നാലും ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടത്തേക്ക് all I
അപ്പോൾ നമ്മളെ ഇല്ലിക്കല്ലിലെ കാഴ്ചയെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ കട്ടിക്കയം എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് ആണ് ബേസിക്കലി. പക്ഷേ ഇത് വേനലായതുകൊണ്ട് വെള്ളമില്ല. പക്ഷെ എന്നാൽ ഇവിടുത്തെ ഒരു മുളങ്കാട് പോലത്തെ ഒരു പ്രദേശമാണ്. കുറച്ച് നടക്കാൻ കൊണ്ടരുത്, ഒരു 1.5 കിലോമീറ്റർ നടന്നാണ് എന്താ പറയുക നമ്മൾ ആദ്യം കണ്ട ഇല്ലിക്കല്ലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു പ്രദേശത്ത് നമ്മൾ നിൽക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കട്ടിക്കയം വാട്ടർഫാൾസ് ആണ്. വെള്ളമില്ലാത്ത നല്ല ഈറയൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു പ്രദേശത്ത് നിൽപ്പുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എന്താ പറയുക, ഈ ഒരു വേനലിൽ ഇങ്ങനത്തെ ഒരു പ്രദേശത്ത് നിന്ന് ഇങ്ങനെ നിൽക്കാൻ തന്നെ ആ ഒരു സൗന്ദര്യമാണ് അതിനെ ആസ്വദിക്കാമെന്ന് തിരിച്ചു വന്നതാണ്. വെള്ളം എന്ന് പറഞ്ഞ സംഭവമില്ല, പക്ഷേ നല്ലൊരു ക്ലൈമറ്റാണ് ഇതിൻ്റെ അകത്ത്. ഒരു നല്ലൊരു കാട് വരുന്ന ഒരു പ്രദേശം. ഇത് ഈ പുഴയൊക്കെ നിറഞ്ഞൊഴുകുന്ന ഒരു കട്ടിക്കയം എന്ന് പറഞ്ഞാൽ വലിയൊരു വാട്ടർഫാൾസ് ഉള്ള ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല. നമ്മളിപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കൊല്ലത്ത് നിന്നും പോകുന്ന ഇല്ലിക്കൽ ഇലവിഴ പൂഞ്ചിറയിലെ ഒരു ഡെസ്റ്റിനേഷനാണ് ഇത്. അപ്പൊ നമ്മൾ ഇത്ര നേരം നിന്നത് ആ വെള്ളച്ചാട്ടത്തിന്റെ മേൽഭാഗത്താണ് നിന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവിടെ സൈൻ ബോർഡോ ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഒഫീഷ്യലി ഒരു ഉദ്യോഗസ്ഥരോ നാട്ടുകാരും പോലും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണ്, ആരുമില്ല. വരുന്ന ടൂറിസ്റ്റുകളുടെ അടുത്താണ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് പേര് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടെന്ന് പറഞ്ഞ് കട്ടിക്കയം വാട്ടർഫാൾസ് ഇതല്ല, ഇതിന് താഴെ ഈ ഒരു മലയുടെ ഇടയിലേറ്റ് വരുന്ന ഒരു 20 അടിക്ക് മേളിൽ വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇപ്പൊ വെള്ളം ഒരു തുള്ളിയില്ല, പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനിക് വ്യൂ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നമുക്കത് കാണാതെ പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്ന ഒരു വഴിക്കാണ്. മഞ്ഞുമൽ ബോയ്സ് ഒരുപാട് നമ്മളെ എന്താ പറയാ സ്വാധീനിക്കുന്നുണ്ട്. പോകരുത് എന്നുള്ളത് തന്നെയാണ്. വലിയ അപകടം പിടിച്ച പ്രദേശങ്ങളാണ് ഇതൊക്കെ തന്നെ. അവരുടെ ഒരു സ്റ്റാഫോ ഒരു സൈൻ ബോർഡോ ഒന്നും ഇല്ലാത്ത പ്രകൃതിയുടെ അൾട്ടിമേറ്റ് തന്നെ പറയാം. വലിയൊരു വെള്ളച്ചാട്ടമാണ്. ഒരുപാട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, വേറെ 1-2 പേരൊക്കെ എടുത്തു നോക്കി. വളരെ വലിയ വെള്ളച്ചാട്ടമാണ്. പക്ഷെ ഇപ്പൊ വെള്ളം ഇല്ലാത്തതുകൊണ്ടും അങ്ങനത്തെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ എന്തായാലും ഇത്രയും ഒരു ഏരിയ വന്നിട്ട് അതിന് താഴെ നിന്നിട്ടുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെ തയ്യാറെടുത്തു. നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മുതിർന്ന വ്യക്തി തന്നെയാണ് അതിനെ നമ്മൾ ഉത്സാഹിപ്പിച്ചത്. ഏകദേശം ഒരു 10-200 അടിയോളം താഴ്ചയുണ്ട്. ഒരുപാട് സ്റ്റെയർ ഇറങ്ങി പടിക്കെട്ടുകൾ ഇറങ്ങി വേണം പോകാൻ. കുറച്ച് ദൂരം പടിക്കെട്ടുകളാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ താഴെ കുറച്ച് ഫ്രീക്സ് പ്ലസ് റെസ്റ്റ് എടുക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് ചെറുപ്പക്കാരോടെ ഇരിക്കുന്നത് തന്നെ താഴെ കാണാൻ പറ്റും. താഴെ കുറച്ച് ഈ കാടിന്റെ ഉള്ളിലോട്ട് കുറച്ച് എന്താ പറയാ തണലുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നല്ല വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പം നമ്മളിപ്പം കട്ടിക്കയത്തിന്റെ ഒറിജിനൽ വ്യൂ കാണാൻ വേണ്ടി പോവായിരുന്നു. നമ്മളെ ബസ്സിലുണ്ടായിരുന്ന ഒരു ഒട്ടുമിക്ക കുറച്ചുപേരൊക്കെ പ്രായമായവരൊക്കെ ബസ്സിൽ തന്നെ തിരിച്ചു പോയി. അപ്പൊ ഇതാണ് നമ്മുടെ കട്ടിക്കയ വാട്ടർഫാൾസ്. ഏതാണ്ട് 20 അടിക്ക് മേളിലെ ഏറ്റവും ഉയരം വരുന്ന ഒരു വാട്ടർഫാൾസ് ആണ്. നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥ ലക്ഷ്യം. അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ അഗാധമായ കൊക്കയാണ്. ഇവിടെ നിന്ന് ഒരാൾ കുളിക്കുക എന്തെങ്കിലും ചെയ്ത് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തുപോലും ഇല്ല, അങ്ങ് ആ ഒരു അഗാധതയിലേക്ക് പോവുകയും ചെയ്യും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെ പറയാം. ഇത് നിറഞ്ഞു കവിഞ്ഞൊഴുകി വരും. പക്ഷെ ഇങ്ങനത്തെ ഒരു രീതിയിലൊന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ നമ്മളെ ഈ എല്ലാ വർഷവും ഇങ്ങനെ ഒരു 2 മാസം ഈ എല്ലാ വെള്ളച്ചാട്ടങ്ങൾക്കും വെള്ളമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പൊ എന്നിരുന്നാലും ഇതായിരുന്നു കട്ടിക്കയം വാട്ടർഫാൾസ്. അടുത്ത് നമ്മൾ ഇനിയിപ്പോ ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചിട്ട് ഇലവിഴ പൂഞ്ചിറയിലേക്കാണ് പോകുന്നത്. ഇത് വെറുത്ത യാത്ര തന്നെ തന്നെ പറയാം. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പം നിങ്ങൾ ഈ ഇലവിഴ പൂഞ്ചിറ ഇല്ലിക്കൽ യാത്ര വരുമ്പോൾ കട്ടിക്കയം വാട്ടർഫാൾസ് മിസ് ചെയ്ത് സ്വന്തമായിട്ട് വണ്ടി ബൈക്കിലൊക്കെ വരുന്നവരുടെ ഒരുപാട് ഫ്രീക്ക് പിള്ളേരും ബൈക്കിലൊക്കെ വരുന്നവർ റൈഡേഴ്സൊക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവരാണ് നമ്മുടെ അടുത്ത് ഈ വാട്ടർഫാൾസ് ഉള്ള കാര്യം പറഞ്ഞത് തന്നെ. പക്ഷെ ഞാൻ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല ഇങ്ങനെ ഇല്ലിക്കല്ലിനും ഇലവിഴ പൂഞ്ചിറയ്ക്കും ഇടയ്ക്ക് ഒരു നല്ലൊരു വെള്ളച്ചാട്ടം ഉള്ള കാര്യം എനിക്കാരും അറിയാൻ കഴിഞ്ഞില്ല. ഒരു പുതിയ അനുഭവവും പുതിയ അറിവുമായിരുന്നു. അത് നിങ്ങൾക്ക് കൂടെ പങ്കുവയ്ക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഉൾക്കൊള്ളിച്ചത് തന്നെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. ഇത്രയും വേനൽ ഉണ്ടായിട്ട് പോലും അത് കാണാനും അവിടെ നിൽക്കാനും ഒക്കെ നല്ലൊരു സുഖമുള്ള ഒരു സമയമായിരുന്നു. അപ്പൊ വെള്ളമുള്ള ഒരു സമയം എന്തായാലും അടിപൊളി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെ യാത്രയിലുണ്ടായിരുന്നുള്ള ഒരു സീനിയർ ആളാണ്. സാറിന്റെ പേരും മൈക്ക് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. മൈക്ക് അടുപ്പിച്ച് പേരും നമ്മളെ ഇങ്ങോട്ട് മോട്ടീവ് ചെയ്ത ഈ കട്ടിക്കയത്തിലോട്ട് വരാൻ വേണ്ടി സാറാ ഇങ്ങോട്ട് മോട്ടീവ് ചെയ്ത്. ആ കാര്യം ജസ്റ്റ് പറഞ്ഞത് അല്ല, ഞങ്ങള് വന്ന വഴിക്ക് ഇവരെല്ലാം തിരിച്ചു പോകാൻ വന്നു. ഭയന്ന് എങ്ങനെ ഇത് ഇനി ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു. ഞാൻ ഇവരെല്ലാം പ്രോത്സാഹിപ്പിച്ചു. ഞാൻ മുമ്പേ നടക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ലാസ്റ്റ് വരെ വന്നു. പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ കുണ്ട്ര പേരെത്തുന്നു. എനിക്ക് നേരത്തെ ചെറിയ കോൺട്രാക്ട് വർക്കുകളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കും.
ഇതുപോലുള്ള യാത്രകൾക്കും ഒക്കെ. ഈ ഇത്ര ഇറക്കത്തിൽ ആദ്യം ഇറങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചത് സാറാണ്. നല്ലൊരു കാര്യം. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ സ്ഥലം കാണാൻ പറ്റി. യഥാർത്ഥ കട്ടിക്കായം വാട്ടർഫാൾസ് കാണാൻ പറ്റി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ കൊല്ലത്ത് നിന്ന് തിരിച്ചിട്ട് ഇല്ലിക്കല്ല് കട്ടിക്കായം വാട്ടർഫാൾസിൽ നിൽക്കുകയാണ്. അടുത്ത് ലഞ്ച് കഴിക്കാൻ പോകണം. ലഞ്ച് കഴിച്ചിട്ട് ഇലവിഴ പൂഞ്ചിറയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇലവിഴ പൂഞ്ചിറയിലെ കാഴ്ചകൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ നമ്മളെ ഇലവിഴ പൂഞ്ചിറ വീഡിയോ ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടുപിട്ടുന്നത് അതിൻ്റെ സൈനിങ് ഓഫ്.